എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് സയൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാത്തിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഈ ആഴ്ചയിൽ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള മോഡൽ എക്സാം ഉണ്ടല്ലോ, മോക്ക് ടെസ്റ്റ് ഉണ്ടല്ലോ 100 മാർക്കിൻ്റെ, അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മഴവില്ലിൻ്റെ അകവക്കിലെ നിറത്തിന് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തരംഗ ദൈർഘ്യം കൂടുതൽ, ആവൃത്തി കുറവ്, ഊർജം ഏറ്റവും കുറവ്, ആവൃത്തി കൂടുതൽ. അപ്പം നമുക്ക് അകവക്കിൽ ഏതാ നിറം എന്നറിയണം. എങ്ങനെയാണ് അതിൻ്റെ നിറം വരുന്നത്? വിബ്ജിയോർ നിങ്ങൾക്ക് ഓർഡർ അറിയാലോ, ഇങ്ങനെ മുകളിലേക്ക് ആണ് ഇതിൻ്റെ മഴവില്ലിൻ്റെ കളറ് പോകുന്നത്. അതായത് പുറമെ റെഡും ഉള്ളിൽ വയലറ്റും ആണ്. വയലറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഫ്രീക്വൻസി കൂടുതൽ. ഫ്രീക്വൻസി ഞാൻ എഫ് എന്ന് എഴുതുന്നുണ്ട്. ഫ്രീക്വൻസി കൂടുതലും തരംഗ ദൈർഘ്യം ലാംഡ എന്താണ്? കുറവും ആണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവൃത്തിയാണല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലായി അകവക്കിലെ വയലറ്റിന് ഒന്നെങ്കിൽ ആവൃത്തി കൂടുതൽ എന്നുള്ള ഓപ്ഷൻ വേണം, അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം കുറവ് എന്നുള്ള ഓപ്ഷൻ വേണം. അപ്പോൾ ഇതിൽ ഏതാ ഉള്ളത്? ആവൃത്തി കൂടുതൽ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, ആവൃത്തി കൂടുതലാണ്. അപ്പോൾ റെഡിൻ്റെത് എങ്ങനെയാ പറയാ നിങ്ങൾ? റെഡാണ് ഏറ്റവും പുറമേ ഉള്ളത്. റെഡിന് ഫ്രീക്വൻസി കുറവും തരംഗ ദൈർഘ്യം കൂടുതലും ആണ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളോട് അകവക്കാണ് ചോദിച്ചത്, അതാണ് നോട്ട് ചെയ്യേണ്ടത്. ഇനി നിങ്ങളോട് ചോദ്യം ചോദിക്കാനുള്ളത്, അകവക്കിലെ കോണളവ് എത്രയാണ്? അതായത് വയലറ്റ് കളർ ഉണ്ടാക്കുന്ന കോണളവ്, ദൃഷ്ടിരേഖയുമായിട്ടുണ്ടാക്കുന്ന കോണളവ് ചോദിച്ചാൽ 40.8 ഡിഗ്രിയും, റെഡ് കളറാണ് ചോദിക്കുന്നതെങ്കിൽ 42.7 ഡിഗ്രിയുമാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കൂ കേട്ടോ. അപ്പം നമുക്കറിയാം ഉള്ളിൽ വയലറ്റ്, പുറമെ റെഡ്. ഇനി സെക്കൻഡറി റെയിൻബോ അഥവാ ദ്വിതീയ മഴവില്ല് എന്ന് കേട്ടിട്ടുണ്ടാവും. അവിടെ ഓപ്പോസിറ്റ് ആണ് വരിക. ഉള്ളിൽ റെഡും പുറമെ വയലറ്റും ആണ് വരിക. ഓക്കെ, ഇനി ഒരു ചോദ്യം ചോദിക്കാം. വിമാനത്തിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ മഴവില്ല് ഏത് ആകൃതിയിലാണ് കാണുക? വൃത്താകൃതിയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രതിഭാസം ഉണ്ടാവാനുള്ള കാരണം നമ്മൾ പ്രകീർണനം പറയാറുണ്ട്, അപവർത്തനം പറയാറുണ്ട്, പൂർണ്ണാന്തര പ്രതിപദനമൊക്കെ പറയാറുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു ബാർ കാന്തത്തിൻ്റെ കാന്തശക്തി എങ്ങനെയായിരിക്കും? നിങ്ങൾ എന്നെ പറഞ്ഞേ. ഓപ്ഷൻ ഡി, 2 ധ്രുവങ്ങളിലും ഒരേ കാന്തശക്തി ആയിരിക്കും. സോ 21ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 22, ഒരു പെരിസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കാൻ കഴിയുന്നത് താഴെ കൊടുത്തതിൽ ഏതാണ്? പെരിസ്കോപ്പ് പ്രിസം ആണ്. അപ്പം ആവർത്തന പ്രതിഫലനത്തെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് പെരിസ്കോപ്പും കാലിഡോസ്കോപ്പും ഒക്കെ. അപ്പോൾ അതിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ഈ കോൺവെക്സ് ലെൻസോ കോൺകേവ് ലെൻസോ ഇതൊന്നുമല്ല, ഏതാണ്? പ്രിസമാണ്. ഓക്കെ, 23, ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലെൻസാണ്? എന്തായാലും ദർപ്പണങ്ങളല്ലല്ലോ, ഇത് രണ്ടും പോട്ടെ. കോൺവെക്സ് ലെൻസാണോ കോൺകേവ് ലെൻസാണോ? ദീർഘദൃഷ്ടി പരിഹരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസാണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, കോൺവെക്സ് ലെൻസാണ്. ദീർഘദൃഷ്ടി, കോൺവെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളത്. അപ്പോൾ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാനാണ് കോൺകേവ് ലെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ വെള്ളെഴുത്ത് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, പ്രസ് ബയോപ്പിയ, അത് പരിഹരിക്കാനും നമ്മൾ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് തന്നെ ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ഉപയോഗങ്ങൾ എവിടേക്കാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്? മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, അതേപോലെ TV, ക്യാമറ, പ്രൊജക്ടറിലൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് ലെൻസാണ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ്. ഓക്കെ, അടുത്തത് 24, ശുദ്ധജലത്തിൽ ഹൈഡ്രോമീറ്റർ ഇട്ടാൽ അങ്കനം എത്രയാണ് കാണിക്കുക? അപ്പോൾ ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആപേക്ഷിക സാന്ദ്രത അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രോമീറ്റർ. അതിൻ്റെ ഇക്വേഷൻ അറിയാവോ? ആപേക്ഷിക സാന്ദ്രത വസ്തുവിൻ്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിൻ്റെ സാന്ദ്രത, രണ്ടിൻ്റെയും ഡെൻസിറ്റിയാണ് അംശത്തിലും ഛേദത്തിലും ഉള്ളത്. അപ്പോൾ ഇതിന് യൂണിറ്റ് ഉണ്ടാവുമോ? ഇല്ല, ഇതിന് യൂണിറ്റ് ഉണ്ടാവില്ല. കാരണം മുകളിലും സാന്ദ്രതയാണ്, താഴെയും സാന്ദ്രതയാണ്. സോ വസ്തുവിൻ്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിൻ്റെ സാന്ദ്രതയാണ് നമ്മൾ ആപേക്ഷിക സാന്ദ്രത കാണുന്നത്. അതിനെന്തില്ല? യൂണിറ്റ് ഇല്ല.
ഓക്കെ, അങ്ങനെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രോമീറ്റർ. അപ്പോൾ ജലത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത എത്രയായിരിക്കും? 1 ആയിരിക്കും. സോ ശുദ്ധജലത്തിൽ ഹൈഡ്രോമീറ്റർ ഇട്ടാൽ അതിൻ്റെ അങ്കനം കാണിക്കുക 1 ആയിരിക്കും അല്ലേ? ഇനി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൈഡ്രോമീറ്ററിൻ്റെ ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഏകദേശം ഇങ്ങനെ ഒരു സാധനമാണ് അല്ലേ? ഇങ്ങനെ ഒരു സാധനമാണ്. ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും എത്രയാണ് എന്നുള്ളത്. 1 അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ താഴേക്കൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ചോദ്യം, ഇത് പൊങ്ങിക്കിടക്കുന്നത് സാന്ദ്രത കൂടിയ ദ്രാവകത്തിലാണോ സാന്ദ്രത കുറഞ്ഞ ദ്രാവകത്തിലാണോ? സാന്ദ്രത കൂടിയ ദ്രാവകത്തിലാണ് ഇത് പൊങ്ങിക്കിടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ താഴേക്കാണ് 1.0, 1.1, 1.2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടാണ് എന്ത് ഡിജിറ്റ് കൂടുന്നത്. മുകളിലേക്കാണെങ്കിൽ 0.9, 0.8 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. സോ 1ൻ്റെ താഴെയാണ് വലിയ വാല്യൂസ് ഉള്ളത്. അപ്പം ഇത് പൊങ്ങിക്കിടന്നാലല്ലേ അവിടെ വന്നിട്ട് ആ വാട്ടർ സർഫസ് അവിടെ വന്ന് നിൽക്കുള്ളൂ. വാട്ടർ എന്നല്ല, ഏതാണോ ലിക്വിഡിൻ്റെ സർഫസ് അവിടെ വന്ന് നിൽക്കുള്ളൂ. ഇപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഹൈഡ്രോമീറ്ററിൻ്റെ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ദ്രാവകത്തിൻ്റെ സാന്ദ്രത കൂടിയത് ഏതിലാണോ അതിലായിരിക്കും ഹൈഡ്രോമീറ്റർ പൊങ്ങിക്കിടക്കുക. ലാക്ടോമീറ്റർ എന്തിനാണ്? ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഒരു ഹൈഡ്രോമീറ്റർ തന്നെയാണ്. പാലിൻ്റെ ശുദ്ധത അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, 25 ജലത്തിൽ നിന്ന് വായുവിലേക്ക് കടക്കുന്ന പ്രകാശരശ്മിക്ക് പൂർണ്ണാന്തര പ്രതിപതനം, നമ്മൾ പറഞ്ഞാണല്ലോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അത് സംഭവിക്കണമെങ്കിൽ പതന കോൺ എങ്ങനെയായിരിക്കണം? നമുക്കറിയാം, ഒരു പ്രത്യേക ആംഗിളിൽ കൂടുതൽ വരുന്ന ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്താണ് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നത് നമുക്കറിയാം. ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ കോണളവ് എന്ന് പറയുന്നത് അല്ലേ? ക്രിട്ടിക്കൽ കോണ് എന്ന് പറയുന്നത്. അത് ഓരോ മാധ്യമത്തിനും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചത് ജലത്തിൻ്റെ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ജലത്തിൽ നിന്ന് വായുവിലേക്ക് കടക്കുന്ന പ്രകാശരശ്മിക്ക് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കണമെങ്കിൽ പതനകോൺ ഒരു പ്രത്യേക കോണിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പം നമ്മുടെ ആൻസർ വരും ഓപ്ഷൻ സി, 48.6 ഡിഗ്രിയിൽ കൂടുതലായിരിക്കണം. അപ്പം നമുക്കറിയാം ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണളവാണ് 48.6 ഡിഗ്രി. ഏതിൻ്റെയാണ്? ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണാണ്. അതേപോലെ ഗ്ലാസിൻ്റെത് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. ഗ്ലാസിൻ്റെത് 42 ഇനി വജ്രത്തിൻ്റെത് ചോദിച്ചാലോ? വജ്രത്തിൻ്റെത് 24. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ജലത്തിൻ്റെത് 48.6, ഗ്ലാസിൻ്റെത് 42, വജ്രത്തിൻ്റെത് 24 ഡിഗ്രി. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി പേടകമിറക്കിയ രാജ്യം ഏതാണ്? ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, ഇന്ത്യയാണ്. എൻ്റെ ചോദ്യം, ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ഏത് ഡേറ്റിലാണ്? അത് പഠിച്ചു വെക്കണം. 2023 ഓഗസ്റ്റ് 23 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി പേടകം ഇറക്കിയ രാജ്യം ചോദിച്ചാൽ ഇന്ത്യയാണ്. പക്ഷേ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന എത്രാമത്തെ രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 1ാമത്തത് ഏതാണ്? റഷ്യയാണ്. 1ാമത്തത് റഷ്യയാണ്. 2ാമത്തത് USA, 3ാമത്തത് ചൈന, 4ാമത്തത് ഇന്ത്യയാണ്. ഓക്കെ, പക്ഷേ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി പേടകമിറക്കിയ രാജ്യം ഇന്ത്യ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡേറ്റിൽ നമ്മുടെ ചന്ദ്രയാൻ 3 അവിടെ എത്തിയ സമയത്ത്, അതായത് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സമയത്ത് ISROയ്ക്ക് ഒരു മെസ്സേജ് കിട്ടി. അതേതാ മെസ്സേജ്? ഇന്ത്യ, ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു. എന്തൊരു പ്രൗഡായിട്ടുള്ള മൊമെൻ്റ് ആയിരിക്കും അല്ലേ? ഓക്കെ, ഇനി 27ാമത്തെ ചോദ്യം, ഹീറ്റിംഗ് കോയിലായി ഉപയോഗിക്കുന്ന പദാർത്ഥത്തിൻ്റെ പ്രത്യേകത അല്ലാത്തതാണ് ചോദിച്ചത്. അല്ലാത്തത്. ഓക്കെ, ചിലർ ഉടനെ വായിച്ചിട്ട് ഉയർന്ന ദ്രവണാങ്കം ശരി എന്ന് പറഞ്ഞ് എഴുതാൻ പോകരുത്. നമ്മളോട് അല്ലാത്തതാ ചോദിച്ചത്. അപ്പോൾ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉയർന്ന ദ്രവണാങ്കം വേണം ആണല്ലോ. ഓക്കെ, നിക്രോം അല്ലേ നമ്മൾ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? നിക്രോമാണ് ഹീറ്റിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചത്. ഓക്കെ, നമ്മളോട് അതിൻ്റെ പ്രത്യേകതകളാണ് ചോദിച്ചത്. ഉയർന്ന ദ്രവണാങ്കം അതിൻ്റെ പ്രത്യേകത ആണ്. ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കണം.
അപ്പോൾ ഉയർന്ന ദ്രവണാങ്കം ശരിയാണെങ്കിൽ താഴ്ന്ന ദ്രവണാങ്കം ശരിയായിരിക്കുമോ? അല്ല. സോ നമ്മൾ ആൻസറിലെത്തിയ ഓപ്ഷൻ സി ആണ്. എന്നാൽ ഡിയും കൂടി വായിക്കാം. ഉയർന്ന താപനിലയിലും ഓക്സീകരിക്കപ്പെടാതെ നിലനിൽക്കാനുള്ള കഴിവ്, അതും ശരിയാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, താഴ്ന്ന ദ്രവണാങ്കം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത അല്ല. ഓക്കെ, ഇനി 28, ISROയുടെ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടർ ആരാണ്? റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ. ഓക്കെ, ഓപ്ഷൻ ബി ജെ മുത്തുപാണ്ഡ്യനാണ്. ഓപ്ഷൻ ബി ആണ് ജെ മുത്തുപാണ്ഡ്യൻ. 29, ഡൗൺസ് പ്രക്രിയ വഴി വേർതിരിച്ചെടുക്കുന്ന ലോഹം ഏതാണ്? ഡൗൺസ് പ്രോസസ്സ് വഴി സോഡിയമാണ്. സോഡിയം. 30, ഇത് നമ്മൾ പറഞ്ഞതാണ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് ഏതാണ്? അത് നമുക്കറിയാലോ, കാർബൺ 14 ആണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, കാർബൺ 14. 31, ഏത് രാസവസ്തുവാണ് ബ്ലൂ ബേബി സിൻഡ്രോമിന് കാരണമാകുന്നത്? ബ്ലൂ ബേബി സിൻഡ്രോം കേട്ടിട്ടുണ്ടോ? നൈട്രേറ്റ് ആണ് കേട്ടോ അതിന് കാരണമാവുന്നത്. ബ്ലൂ ബേബി സിൻഡ്രോമിന് കാരണമാവുന്നത് നൈട്രേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മെർക്കുറി പോയ്സണസ് ആവുന്നത് ഏത് രോഗം അറിയപ്പെടുന്നത്? മീനമാത കേട്ടിട്ടുണ്ടല്ലോ, മീനമാത രോഗം കേട്ടിട്ടുണ്ടല്ലോ, അതിന് കാരണം മെർക്കുറിയാണ്. ലെഡ് ആണെങ്കിൽ ഏതാണ്? പ്ലംബിസം കേട്ടിട്ടുണ്ടല്ലോ, പ്ലംബിസം. ഓക്കെ, ഇനി ചെമ്പ് അധികമാവുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് ഇത് വിൽസൺസ് ഡിസീസ്. എഴുതാൻ കഴിയുന്നില്ല. വിൽസൺസ് ഡിസീസ്, വിൽസൺസ് രോഗം കേട്ടിട്ടില്ലേ? ഓക്കെ, അടുത്ത ചോദ്യം 32, സോഡിയം ഉൾപ്പെടുന്നത് പീരിയോഡിക് ടേബിളിലെ ഏത് ബ്ലോക്കിലാണ്? ഇതൊക്കെ അറിഞ്ഞിരിക്കണേ. എസ് ബ്ലോക്കിലാണ് കേട്ടോ സോഡിയം വരുന്നത്. ഇനി 33, സൂര്യൻ്റെ പേരിൽ നിന്ന് പേര് ലഭിച്ച മൂലകം ഏതാണ്? ഓപ്ഷൻ സി, ഹീലിയമാണ്. സൂര്യൻ്റെ പേരിൽ നിന്ന് പേര് ലഭിച്ച മൂലകം ഹീലിയം. 34 ചോദ്യം, താഴെ കൊടുത്തവയിൽ ഉൽപ്പതനത്തിന് വിധേയം ആവാത്തതാണ്. ഉൽപ്പതനം നമുക്കറിയാലോ എന്താണ്? നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്നത്. ദ്രാവകമാവാതെ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്നത്. കർപ്പൂരം അങ്ങനെയാണ്, അയഡിൻ അങ്ങനെയാണ്, പാറ്റ ഗുളിക അങ്ങനെയാണ്, അമോണിയം ഹൈഡ്രോക്സൈഡ് അങ്ങനെയാണോ? അല്ല. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. 35, പെൻഡുലങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ ലോഹസങ്കരം ഏതാണ്? പെൻഡുലം. ഇതൊന്നും ചിലപ്പോൾ ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഈ ഒരു പോയിന്റ് ഒന്നും അല്ലേ? ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ്, ഇൻവാർ ആണ് വരുന്നത്. ഇൻവാർ എന്ന് പറയുന്ന ലോഹസങ്കരമാണ് നമ്മൾ പെൻഡുലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ ആരൊക്കെ ഉള്ളതെന്നൊന്ന് പഠിക്കണ്ടേ? നിക്കലും അയേണുമാണ്. കാരണം ഇരുമ്പിൻ്റെ ലോഹസങ്കരമാണെന്ന് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഇരുമ്പും ഉണ്ട്, നിക്കലും ഉണ്ട് ഇൻവാറിൽ. അടുത്തത് നിക്രോമിൽ ആരൊക്കെയാണ് ഉള്ളത്? നിക്രോം ഹീറ്റിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കുന്നത് നിക്രോമാണ്. നിക്കല്, പിന്നെ അയേണ്, പിന്നെ ക്രോമിയം. ഓക്കെ, ക്രോമിയം. ഇനി അടുത്തത് മനസ്സിലാവുന്നുണ്ടല്ലോ, ക്രോമിയം. ഇനി അടുത്തത് കോവാറ്. കോവാറിൽ ആരൊക്കെ ഉള്ളതെന്ന് അറിയാവോ? അയേണ്, നിക്കല്, കൊബാൾട്ട്. ഓക്കെ, അൽനിക്കോ നമുക്കറിയാം ആരൊക്കെയുണ്ട്? അലൂമിനിയം, നിക്കല്, അയേണ്, കൊബാൾട്ട്. ഇതാണ് അൽനിക്കോ. സ്ഥിരകാന്തം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൽനിക്കോ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ആസിഡ് സ്വഭാവം ഉള്ളത് ഏതിനാണ്? ഇതിൻ്റെയൊക്കെ pH നമുക്കൊന്ന് നോക്കി വയ്ക്കാം. രക്തത്തിൻ്റെ pH എത്രയാണ്? 7.4 ആണ്. അപ്പോൾ അത് ആസിഡാണോ? അല്ല. കടൽ വെള്ളത്തിൻ്റെതോ 7.5 മുതൽ 8.4 വരെയാണ്. അപ്പോൾ അത് ആസിഡാണോ? അല്ല. ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെയോ? ഇതൊന്നും നമുക്ക് അല്ലാന്നറിയാം അല്ലേ? 10.5 ആണ് വരുന്നത്. ആസിഡാണോ? അല്ല. കാപ്പീൻ്റെത് പറയൂ. കാപ്പീൻ്റെത് 5 ആണ് വരുന്നത്. അപ്പോൾ അത് എന്താണ്? അസിഡിക് നേച്ചറാണ് കാണിക്കുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഡി, കാപ്പിയാണ് വരുന്നത്. വേറെ കുറച്ചെണ്ണത്തിൻ്റെ ചോദിക്കാം. മൂത്രത്തിൻ്റെത് എത്രയാണ്? മൂത്രത്തിൻ്റെത് 6 ആണ്. ഇനി ഉമിനീരിൻ്റെതോ? ഉമിനീരിൻ്റെ ആണെങ്കിൽ 6.2 മുതൽ 7.6 വരെ എന്ന് നമുക്ക് പറയാം.
ഓക്കെ, ഇത്രയൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ശുദ്ധജലമാണെങ്കിൽ 7ആണ്. ശരി, 7ൻ്റെ മുകളിലേക്ക് ബേസിക് നാച്ചുറും 7ൻ്റെ താഴേക്ക് അസിഡിക് നാച്ചുറും ആണെന്ന് അറിയാലോ. ഓക്കെ, അടുത്ത ചോദ്യം 37. പോളിത്തീൻ സഞ്ചിയുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ്. ഓപ്ഷൻ സി മൈക്രോമീറ്റർ ആണ്, മൈക്രോമീറ്റർ. അടുത്ത ചോദ്യം, ഹൃദയ അറകളുടെ സങ്കോചത്തിന് പറയുന്ന പേരെന്താണ്? ഹൃദയ അറകളുടെ സങ്കോചത്തിന് പറയുന്നത് സിസ്റ്റളിയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡയസ്റ്റോളി. സോ ആൻസർ ഓപ്ഷൻ എ, സിസ്റ്റളി. 39. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോൺ. ശ്രദ്ധിക്കുക, ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോണാണ് ചോദിച്ചത്. ഏതാണ് ആൻസർ വരിക? പാരാതോർമോണാണ്, പാരാതോർമോണാണ്. നമുക്കറിയാം ഇത് പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഇതിന് കൺഫ്യൂഷൻ വരുന്നത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈറോക്സിനും കാൽസിറ്റോണിനും ആരാ ഉൽപ്പാദിപ്പിക്കുന്നത്? തൈറോക്സിനും കാൽസിറ്റോണിനും ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഇവിടെ പറഞ്ഞുതരാം. തൈറോക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാ? ഊർജ ഉൽപാദനം വർദ്ധിപ്പിക്കുക, ഊർജ ഉൽപാദനം വർദ്ധിപ്പിക്കുക, അതേപോലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് കൂട്ടുക, കുട്ടികളിലെ ശാരീരിക വളർച്ച നിയന്ത്രിക്കുക. ഇതൊക്കെയാണ് എന്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്? തൈറോക്സിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഈ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന അടുത്ത ഹോർമോണാണ് കാൽസിറ്റോണിൻ. ഈ കാൽസിറ്റോണിൻ്റെയും പാരാതോർമോണിൻ്റെയും ധർമ്മങ്ങൾ തമ്മിൽ മാറിപ്പോകരുത്. കാൽസിറ്റോണിൻ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുന്ന സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. അങ്ങനെ കൂടുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും? അസ്ഥികളിലൊക്കെ കാൽസ്യം കൊണ്ടുപോയിട്ട് സംഭരിക്കും. ഇങ്ങനെ ഇവർ വന്നിട്ട് പറയും, ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റൂല, വേഗം അസ്ഥിയിലേക്ക് പോയിക്കോ എന്ന് പറയും. ആര്? കാൽസിറ്റോണിൻ വന്നിട്ട് അങ്ങനെ ചെയ്യും. പാരാതോർമോൺ എന്താണ് ഈ ക്വസ്റ്റ്യനിലെ സംഭവം? അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോണാണ് പാരാതോർമോൺ. ഇനി ഗ്ലൂക്കഗോണിൻ്റെ ധർമ്മം എന്താ? കരളിലെ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ആരാണ്? ഗ്ലൂക്കഗോണാണ്. ഓക്കെ, ആൽഫ കോശങ്ങളാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അറിയാലോ. ബീറ്റ കോശങ്ങളാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത് 40. ഊർജത്തിനായി ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ട പോഷക ഘടകം ഏത്? ഓപ്ഷൻ എ ധാന്യകം ആണ്, ധാന്യകം. 41. താഴെ കൊടുത്തവയിൽ ഫംഗസ് രോഗം ഏതാണ്? ഫംഗസ് രോഗം കാൻസിഡിയാസിസ് ആണ്, കാൻസിഡിയാസിസ്. ഓക്കെ. 42. താഴെ കൊടുത്തവയിൽ വ്യത്യസ്തമായ ക്രോമസോം നമ്പർ ഉള്ള ജീവി ഏതാണ്? ഓപ്ഷൻ ഡി പ്രാവാണ് കേട്ടോ. 43. നാരുവേര് പടലമുള്ള ചെടിയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന. നോക്കൂ, ഇവയ്ക്ക് സമാന്തര സിരാവിന്യാസം ആയിരിക്കും. അത് ശരിയാണ്, ശരിയാണ്, ശരിയാണ്. ബി, ഇവയ്ക്ക് ജാലിക സിരാവിന്യാസമായിരിക്കും. ഇതാണ് ശരിയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓപ്ഷൻ ബി തെറ്റാണ്. നമ്മളോട് ചോദിച്ചത് ശരിയല്ലാത്തതായിരുന്നു 43. ഓപ്ഷൻ ബി ആണ് തെറ്റെന്ന് മനസ്സിലായി. സിയും ഡിയും കൂടി വായിക്കാം. ഇവയുടെ കാണ്ഡത്തിൻ്റെ പുറം ഭാഗം കട്ടിയുള്ളതായിരിക്കും. പിന്നെയോ ഏകബീജ പത്രമുള്ള വിത്തുകളായി വിത്തുകളായിരിക്കും എന്നായിരിക്കും. അതിൻ്റെ ബാക്കി ഇവിടെ എന്നോട് ഇതായിപ്പോയി. ഒയ്യോ. ഓക്കെ, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എത്തി. 44, 45 ഈ 2 ചോദ്യങ്ങളും കൂടിയേ ഉള്ളൂ. 44. ഹൈഡ്രോഫിലി എന്നാൽ എന്താണ്? ജലം വഴിയുള്ള പരാഗണത്തെയാണ് നമ്മൾ ഹൈഡ്രോഫിലി എന്ന് പറയുന്നത്. സൂഫിലി എന്താണ്? ആനിമൽസ് മുഖേന നടക്കുന്ന പരാഗണമാണ് ഏത്? സൂഫിലി എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഓരോന്നുണ്ട്, ഹൈഡ്രോഫിലി, സൂഫിലി, അനിമോഫിലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തത് മനുഷ്യൻ്റെ തലച്ചോറിൽ ആദ്യമായി കമ്പ്യൂട്ടർ ചിപ്പ് ഘടിപ്പിച്ച കമ്പനി ഏതാണ്? ഓപ്ഷൻ ബി ന്യൂറാലിങ്ക് ആണ് കേട്ടോ, ന്യൂറാലിങ്ക്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് തീർന്നു. നല്ല മഴയാണ്. ഈ മഴയൊന്നും നമ്മുടെ പഠിത്തത്തെ ബാധിക്കാൻ പാടില്ല. നല്ല രീതിയിൽ തന്നെ എഫേർട്ട് ഇട്ട് പഠിച്ചോളൂ.
നമുക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ എല്ലാവർക്കും. ഇനി കുറച്ചൊന്നുമില്ല, ഇനി 2 ദിവസമല്ലേ ഉള്ളൂ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യൂ കേട്ടോ. ഇംഗ്ലീഷും മാത്സും മലയാളമൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് പോവുക. സൈക്കോളജി പക്കയാണല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് ഇതിലുള്ള തൊഴിൽ വാർത്തയിലുള്ള വേറെ ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.